ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇതാ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തലായി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇതെത്തിച്ചിരിക്കുന്നത്. അന്വേഷണം ബംഗളൂരുവിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന് കൂടി അറിയുന്നു. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ദേവസ്വം വിജിലൻസ് SP തന്നെ ബംഗളൂരുവിലേക്ക് പോയി അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണോ? വിനിത, ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്കല്ല ആദ്യം കൊണ്ടുപോയത്. പകരം ബംഗളൂരുവിൽ പോറ്റി ജോലി ചെയ്യുന്ന പോറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്, ശ്രീറാംപൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോയത് എന്ന നിർണായക വിവരം ദേവസ്വം വിജിലൻസിന് ലഭിച്ചു. അതിനുശേഷം അവിടെ നടന്നിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്. വിജിലൻസിന് കിട്ടിയ വിവരമനുസരിച്ച് അതീവ ഗുരുതരമായ ചില സംഭവവികാസങ്ങൾ ആ ശില്പത്തിന്റെ പുറത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം നിഗമനത്തിലെത്തുകയാണ്. അതായത് 2019 ജൂലൈ മാസം 20-ാം തീയതിയാണ് സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. പക്ഷേ ആ ശില്പം ചെന്നൈയിലെത്തിയത് ഓഗസ്റ്റ് മാസം 25-ന് ശേഷമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതായത് ഓഗസ്റ്റ് 25-ന് കൊണ്ടുപോയ ശില്പത്തിൽ 29-ാം തീയതി തിരുവാഭരണ കമ്മീഷണർ രാധാകൃഷ്ണൻ അവിടെ എത്തുകയും 30-ാം തീയതി സ്വർണം പൂശുകയുമാണ് ചെയ്തത്. അതായത് സന്നിധാനത്ത് നിന്ന് അത് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ ഏതാണ്ട് 40 ദിവസം, 35-നും 40-നും ദിവസം എടുത്തിട്ടുണ്ട്. ആ കാലതാമസം ഒരു പക്ഷേ സന്നിധാനത്ത് കൊണ്ടുപോയ ശില്പം മാറ്റി, ആ ശില്പം വേറെ എങ്ങോട്ടോ മാറ്റിയിട്ട് പുതിയൊരു ശില്പം പണിത് അത് സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള താമസമാണോ ഉണ്ടായത് എന്ന സംശയമാണ് വിജിലൻസിനുള്ളത്. അങ്ങനെയെങ്കിൽ മാറ്റിയ ശില്പം ഈ പോറ്റിയുടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ശ്രീരാംപൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിലേക്ക് വിജിലൻസിന്റെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അവർ അതുകൊണ്ട് തന്നെ ആ പരിശോധന നടത്തുന്നതിന് വേണ്ടി ബംഗളൂരുവിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ തരത്തിൽ ഈ വിജിലൻസ് സംശയിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായ, ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ദേവസ്വം ബോർഡ് അന്ന് പുറത്തിറക്കിയ ഉത്തരവ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൽ ഒരിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് സ്വർണം തളിച്ച ശില്പമാണ് എന്ന് ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. ഉത്തരവിൽ പറയുന്ന എല്ലാ സ്ഥലത്തും ചെമ്പ് എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ചെമ്പുള്ള ശില്പം കൊടുത്തുവിടുന്നു എന്നാണ് പറഞ്ഞത്. തിരുവാഭരണ കമ്മീഷണർ ഇന്നലെ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് 49 പവൻ, 50 പവന് തൊട്ടടുത്ത് സ്വർണം അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതിൽ ഇത്ര പവൻ സ്വർണമുണ്ട് എന്ന് മാത്രമല്ല, ആ ഉത്തരവിൽ ഒരിടത്തും സ്വർണം എന്ന വാക്ക് പോലും ഒരിടത്തുമില്ല. എല്ലായിടത്തും ചെമ്പ് എന്നാണ് ഉള്ളത്. അത് ഈ അട്ടിമറിയുടെ ായിരുന്നു. അതുകൂടി അറിഞ്ഞുള്ള ഒരു ഉത്തരവാണോ എന്ന് സംശയിക്കണം. എന്ന് മാത്രമല്ല, ആ ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, തന്ത്രി കൂടി അറിഞ്ഞാണ് ഈ ഉത്തരവിറക്കിയത്. ദേവസ്വം ഓഫീസർ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് വിശദമായി ചർച്ച ചെയ്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തത് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് വിജിലൻസ് സംശയിക്കുന്നത് പോലുള്ള ദുരൂഹമായ ചില കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് 2019 ദേവസ്വം ഭരണസമിതിയോ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോ ഭാഗവഹിക്കാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടാണ് ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വിനിത, അതായത് ഇതിലൊരു കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് ഏറെക്കുറെ വ്യക്തമായിരുന്നു. അതിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമാകുന്നതിനൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അവരിറക്കിയ ഉത്തരവ്, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. റഹീസ്, അല്ലേ?
വിനിത അങ്ങനെ പറയേണ്ടി വരും. ഈ ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നത് പോലെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം മാറ്റി മറ്റൊരു ശില്പമാണ് അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ഉത്തരവ് ഇതും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായി പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ പറ്റില്ല എന്ന് തിരുവിതാംകൂർ സർക്കാർ ദേവസ്വം നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അത് അവിടുത്തെ ഭരണസമിതിയിലെ രാഷ്ട്രീയക്കാർക്ക് അറിയില്ലെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാം. പക്ഷേ എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ തീരുമാനിച്ചു എന്നതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം 50 പവനോളം സ്വർണം പൂശിയ ശില്പമാണ് കൊടുത്തുവിടുന്നതെന്ന് ആ ഉത്തരവിൽ നമ്മുടെ കയ്യിൽ ആ ഉത്തരവുണ്ട്. ഉത്തരവിന്റെ ഒരു ഭാഗത്തും പറയുന്നില്ല. ചെമ്പ് പൊതിഞ്ഞ ശില്പങ്ങളും തകിടുകളും എന്നാണ് ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത്. എന്ന് മാത്രമല്ല തന്ത്രിയുടെ അക്കാലത്തുണ്ടായിരുന്ന തന്ത്രിയുടെ അനുമതി കൂടി ചോദിച്ചു. അതിനകത്ത് എക്സാക്ട് പറയുന്നത് ഇത് സംബന്ധിച്ച് ദേവസ്വം തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞതിൽ അനുമതി കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം പൂശുന്നതിനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തത് എന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ കൂടിയുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിടാമെന്ന് പറഞ്ഞു എന്നാണ് ആ ഉത്തരവ്. സ്വാഭാവികമായും ആ ഉത്തരവിൽ ഒരിടത്തും സ്വർണമെന്ന് പറയാതിരിക്കുകയും 40 ദിവസത്തിന് ശേഷം മാത്രം സന്നിധാനത്തു നിന്ന് കൊണ്ടുപോയ ശില്പം ചെന്നൈയിൽ പൊങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ 40 ദിവസം വലിയൊരു ഗ്യാപ്പാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് വലിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനിടയിൽ പുതിയൊരു ശില്പം നിർമ്മിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിജിലൻസ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരാംപൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ആ ശില്പം ഉണ്ടായിരിക്കും. അവിടെ പ്രത്യേക പൂജകളും മറ്റും നടത്താൻ സന്നിധാനത്ത് നിന്ന് കൊണ്ടുവന്ന ശില്പം എന്ന നിലയിൽ ആ തരത്തിലൊരു തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത വിജിലൻസിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ആ തരത്തിലേക്ക് പോകുന്നത്. പ്രാഥമികമായി ഇത് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമാണ്. കാരണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയ ശില്പം എന്തിന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്ന പ്രസക്തമായ ചോദ്യം അവിടെ തന്നെ ഉണ്ട് താനും. അത് തന്നെയാണ് അടിമുടി പിഴവുകൾ, അട്ടിമറി, ഗൂഢാലോചന ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന ഓരോ സമയത്തും വ്യക്തമാവുകയാണ്. ഏതായാലും ഇപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് പോകുന്നത്. SP തന്നെ നേരിട്ട് പോയി കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഇത് ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിജിലൻസിന് അത് വീണ്ടെടുക്കാനുമാകും. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. ഇനി ഇയാളെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുകൂടിയാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു ദേവസ്വം വിജിലൻസ് എന്നാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തിരിച്ചെത്താം.